ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. എനിക്ക് കുറേ തിരക്കുകൾ കാരണം എനിക്ക് എഡിറ്റ് ചെയ്തിടാനൊന്നും പറ്റിയില്ല. എന്നാൽ പിന്നെ തിങ്കളാഴ്ച ഇത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഇത്തിരി പണിത്തിരക്കുള്ള ഒരു ദിവസം തന്നെയാണ് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ കളിച്ച് ചിരിച്ചിരിക്കണമെന്ന് മാത്രം. കുറേ പണികൾ തീർക്കാണ്ടെന്ന്. പല്ല് തേക്കാ അത് കണ്ടോണ്ട് പല്ലേക്കല്ല, അത് ചെക്കാക്കി വയ്ക്കി. അല്ലെ നീ ഇവിടെ കിടന്നോ, ടി വി കണ്ട് അല്ല ഫോൺ കണ്ട് കിടന്നോ. ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാം. ആ എന്നാ അവിടെ വയ്ക്കി. ഫോൺ അവിടെ ചെക്കാക്കി വയ്ക്കി. ഇങ്ങടാ. അയ്യോ ധാരാടാ. ഓക്കെ. ഇപ്പം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ പാട്. ഒന്നല്ലെങ്കിൽ കിണുങ്ങൽ, പിന്നെ എടുക്കാൻ പറയില്ല. അങ്ങനെ എങ്ങനെയൊക്കെ ഞാൻ പല്ല് തേപ്പിച്ചെടുത്തു രാവിലെ തന്നെ. അങ്ങനെ നിൽക്കുമ്പോഴാ വാഷ് ബേസിനിൽ ഇങ്ങനെ കുറേ അഴുക്കും ഇതൊക്കെ കിടക്കണുണ്ട്. എന്നാൽ പിന്നെ കയ്യോടെ അതും കൂടെ ഒന്ന് കഴുകിയെടുക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. ഈ ഒരു പണി എന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യാമെന്ന് വെച്ച് ഇട്ട് കഴിഞ്ഞാൽ വൃത്തിയാവൂല, ചെയ്യൂല. പിന്നെ അത് അങ്ങനെ ഇട്ടിട്ട് പോവും. മറവിയും അങ്ങനെ കുറേ കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പം ഞാനത് കയ്യോടെ തന്നെ രാവിലെ തന്നെ അത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണേ. പിന്നെ അമ്പലത്തേക്കൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ എണീറ്റ് വന്നത്. പക്ഷെ പോകാൻ പറ്റിയില്ല കേട്ടോ. അവൻ്റെ ഈ കിണുങ്ങലും വാശിയും കാണാൻ പിന്നെ ഞാൻ പോയില്ല. നാളെ എങ്ങനെ പോവാ വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നു. അതായത് ഞായറാഴ്ച പോവാ വിചാരിച്ചിട്ടേ. അവിടെ വന്ന് കിടന്നോ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് പണികൾ ബാക്കിയുണ്ടെന്ന്. അപ്പോൾ ആ പണികളാണ് ഇങ്ങനെ ഓരോന്നിങ്ങനെ തീർത്തുകൊണ്ടിരിക്കണത് കേട്ടോ. ഞാനിങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് മെല്ലെ മെല്ലെ ഓരോ കാര്യങ്ങളുടെ ഇടയിൽ ചെന്ന് പെടുമ്പോൾ അങ്ങനെ ഞാൻ പല്ല് തേക്കാൻ പോയപ്പോൾ വാഷ് ബേസിൻ കഴുകി, കുളിക്കാൻ പോകുമ്പോൾ ബാത്റൂം കഴുകും. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഞാൻ ചില ദിവസങ്ങളിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യും. ചില ദിവസം ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഇങ്ങനെ അല്ല പണിയോളും പ്രത്യേകിച്ചൊന്നും ഇല്ല. അല്ല അങ്ങനെ ഈ രാവിലെ തന്നെയൊന്നുമില്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യും. പിന്നെ അതായത് നമ്മുടെ രണ്ടാളുടെയും കൂലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നീരവൻ്റെ വല്ലാത്തൊരു വാശി കേട്ടോ. അമ്പലത്തേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവനോട് പറഞ്ഞ് നിൽക്കണം. പക്ഷേ ഇവൻ്റെ വാശി ഇതൊക്കെ കണ്ടപ്പോൾ പിന്നെ പോകാൻ തോന്നിയില്ല. എന്നാൽ പിന്നെ ആ തീരുമാനം നാളത്തേക്ക് ആക്കാമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മടക്കാണ്ടായിരുന്നേ. അപ്പോൾ ഇത് അതിൻ്റെ ഇടയിൽ ഇവൻ്റെ വാശി തന്നെയാണ് കേട്ടോ. ഭയങ്കര കണ്ണുനീരൊക്കെ ഒലിപ്പിച്ച് വയ്യാത്തോണ്ടാവുമെന്ന് വിചാരിക്കണം. പുറത്തേക്ക് ഇപ്പം വലിയ അസുഖമൊന്നുമില്ല. ഇനി ഉള്ളിൽ എന്തെങ്കിലും ക്ഷീണം ഉണ്ടെങ്കിലോ. നീരവാജല്ലൊന്ന് തുറക്കുമോ മോളിലത്തെ? എന്നാ തുറന്നോ, ഞാൻ അപ്പളേക്ക് വിളക്ക് വയ്ക്കാം. വാല് നീരവിൻ്റെ സത്യമാമ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നീരവിൻ്റെ അനക്കം കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ നീരവാതിങ്ങനെ വിളിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെയാണ് ഓരോ റിപ്ലൈ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ വിളക്ക് വയ്ക്കലും പിന്നെ കിണ്ടിയിൽ വെള്ളം നിറയ്ക്കാൻ വേണ്ടി അവനെ വിട്ടു കേട്ടോ. ഇത്തിരി വെള്ളം എടുത്തിട്ട് വരുമോ? കുലുക്കിയിട്ട് കളഞ്ഞിട്ട് കേട്ടോ, വെള്ളം കളഞ്ഞിട്ട്. ഇതാണ്ടോ വിളക്ക് വയ്ക്കലൊക്കെ ആയപ്പോൾ ഇങ്ങനെ ഓരോ പണികളൊക്കെ കൊടുക്കുമ്പോൾ പിന്നെ കുട്ടിയുടെ സങ്കടം വിഷമങ്ങളൊക്കെ ഇങ്ങനെ പൂട്ടോ. അപ്പോൾ രാവിലെ തന്നെ എന്തെങ്കിലും പണി കൊടുക്കാൻ നല്ലത്. കൊണ്ടുപോവാ അങ്ങനെ കളയണ്ട. ആ അതീ കൂടെ പോവും. അതാണ് കിണ്ടി. തമ്പാച്ചന് വെള്ളം കൊടുക്കാണ്ടേ. തുളസി പൊട്ടിക്കും. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ.
രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഈ സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നേ. ഇതിപ്പോ അപ്പോഴേക്കും നമുക്ക് മേക്കപ്പ് ചെയ്തിട്ട് വരാം. കേക്കാണ്ടോ തീന്ന് വല്ലതും? എന്തിട്ടാ കേട്ടെ? എടുത്ത തള്ളുവേ ആയി. നമ്മള് രണ്ടാളും റെഡാലേ. ഇതെന്താ സാധനം? ഞാനിവിടെ വീഡിയോ എടുക്കാൻ ഫോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കോമാളിത്തരങ്ങളും വേലത്തരങ്ങളൊക്കെ കുറേ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ദാ M4ടെക്കിൻ്റെ വീഡിയോ ഉള്ളതുകൊണ്ട് ഞാൻ കോപ്പി റൈറ്റിൻ്റെ സൗണ്ടും എല്ലാം കൂടിയിട്ട്, അപ്പോൾ അങ്ങനെ കോപ്പി റൈറ്റ് വരുമെന്ന് പേടിച്ചിട്ട് ഞാനത് സൗണ്ട് മ്യൂട്ടാക്കിയിട്ടേക്കണം കേട്ടോ. അപ്പോൾ ദാ സേമിയ ഉപ്പുമാവ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാട്ടോ ഇത് കഴിക്കാൻ. ഇനിയും കുറേ മേടിച്ച് വയ്ക്കണം. അത് മേടിച്ച് വെച്ചാൽ പിന്നെ ഇന്നും ഉപ്പുമാവ് തന്നെയാവും. അതാണ് പ്രശ്നം. ബാക്കി സാധനങ്ങളൊക്കെ കേടായി പോകും. നീരവനെ ഒറ്റയ്ക്ക് കഴിക്കുന്ന കാര്യത്തിൽ ഇത് പ്രതീക്ഷിക്കുകയും വേണ്ട കേട്ടോ. 2 കയ്യിൽ കോരി കഴിഞ്ഞാൽ പിന്നെ അവന് മതി. കൈ വേദനിച്ചു, ക്ഷീണമായി എന്നൊക്കെ പറഞ്ഞു. പിന്നെ പകുതി മുക്കാലും ഞാൻ വാരി കൊടുക്കേണ്ട അവസ്ഥയാണ്. പനിയുടെ ഗുളികയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പം അവന് മറ്റേ ടോണിക്ക് പോലെ ഉണ്ടല്ലോ, അത് മാറ്റി കുപ്പി മേടുന്ന് മാറ്റിയിട്ട് ഇപ്പോൾ ഗുളികയൊക്കെ തരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വലിയ ചെക്കനായി തുടങ്ങിയില്ലേ, അതിൻ്റെ ആയിരിക്കും. അപ്പോൾ ഗുളിക ചെറിയ കയ്പ്പൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ വേഗം ഛർദ്ദിക്കണ്ട. ഇവന് തൊട്ടതും പിടിച്ചതൊക്കെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അപ്പം ഛർദ്ദിയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു പകുതിയും കൂടിയുള്ള ഗുളിക ഛർദ്ദിച്ച് പോകണ്ട വെച്ചിട്ട് സ്പീഡിൽ വെള്ളം ഇങ്ങനെ വായിൽ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശനിയാഴ്ച ആയതുകൊണ്ട് ബോർഡടിയും കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട്. വണ്ടി എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇത്തിരി നേരം എടുക്കാൻ പറഞ്ഞു അവിടെ പിടിച്ച് കെടുത്തിട്ടോ. കഴിക്കിട്ട് വാ. അതെന്താ ടെഡ്ഡി ബെയർ? എങ്ങട്? നിങ്ങളിപ്പോ കടയ്ക്ക് പോവാ? അത് ശരി. നീ മാത്രം ഇട്ടാ മതി. ടെഡ്ഡി ബെയറിന് സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ടൈറ്റ് ആവൂടാ. അയ്യോ വേണ്ടല്ലേ, വേണ്ട. ഈ സീറ്റ് ബെൽറ്റ് വേണ്ട, അല്ലെങ്കിൽ ഇത് കഴിയില്ലേ. അയ്യോ കൈ. വെയിലും ചൂടൊക്കെ തുടങ്ങിയപ്പോഴേ ഞാൻ അവനോട് ഉള്ളിൽ കയറി കിടക്കാൻ പറഞ്ഞു കേട്ടോ. ഒത്തിരി നേരം ഫോണിൽ നോക്കി കിടക്കട്ടെ പറഞ്ഞ് അങ്ങനെ കിടക്കാണ്. ഇത്തിരി പണിയുണ്ട്, കറി വെക്കണം. വേപ്പില ഞാൻ രാവിലെ പൊട്ടിച്ചുകൊണ്ട് വന്നതാണേ. അങ്ങനെ ജഗ്ഗിലൊക്കെ വെള്ളം നിറച്ചിട്ട് ഒരു 12 മണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. ഞാൻ വേഗം അടുക്കളയിൽ കയറി. ഇനിയിപ്പോൾ ചോറ് വെച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ഉച്ചക്കലത്തെ പരിപാടികൾ ഇപ്പോൾ തുടങ്ങിയാലേ അപ്പോൾ തീരുള്ളൂ. അതിൻ്റെ ഇടയിൽ നീരവ് വിളിക്കണോടത്തേക്കൊക്കെ ഓടും വേണം, എല്ലാം കൂടെ ഒന്ന് നടക്കണമല്ലോ. അപ്പോൾ ഞാൻ വേഗം പാത്രങ്ങൾ കഴുകി വെച്ചതേ, അത് വെള്ളമൊക്കെ തുറന്ന് പോയിട്ടുണ്ട്. അത് വേഗം ഒതുക്കി വെച്ചിട്ട് വേണം ഇനിയിപ്പോൾ ചോറ് വയ്ക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കാൻ കേട്ടോ. ഇത് വെള്ളം തിളപ്പിച്ച പാത്രമാണ്, അതൊക്കെ കാലിയാക്കി വെച്ചു. ഇനിയിപ്പോൾ ഇതാ ചോറിനുള്ള അരി. ഇത് കണ്ടിട്ടുണ്ടോ മുളങ്കി? കുറച്ച് ദിവസമായി മേടിച്ചിട്ട് വാടിയിട്ടോ. ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല, വെച്ച് നോക്കാം. ക്യാരറ്റിൻ്റെ പോലെ അല്ലേ, കണ്ടോ? ക്യാരറ്റിൻ്റെ പോലെ.
ഉച്ചക്കലത്തേക്ക് ഇപ്പം ഞാൻ ചേമ്പുന്താൾ കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതാണ് ഞാൻ ആദ്യം പരിപ്പെടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ടത്. അതിനിപ്പോൾ മൺചട്ടിയിൽ കിടന്ന് വേവണ നേരം കൊണ്ട് നമുക്ക് അപ്പോഴേക്ക് മുറിച്ച് പിന്നെ എല്ലാം ശരിയാക്കി എടുക്കാമല്ലോ വിചാരിച്ചു. പരിപ്പിൽ ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഇങ്ങനെ വേവിക്കാൻ വെക്കും കേട്ടോ കുറച്ച് നേരം. കുക്കറിൽ വിസിലടിപ്പിക്കാറുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ വെക്കല്ലേ കൂടുതൽ ടേസ്റ്റ് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യാനായിരുന്നു. ഒന്ന് മൺചട്ടിയിൽ വെച്ചിട്ട് അങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കറിയിലേക്ക് തേങ്ങ അരച്ചത് വേണമല്ലോ. അപ്പോൾ തേങ്ങ ഫ്രിഡ്ജിലായിരിക്കണം, അതെടുത്ത് പുറത്ത് ഒന്ന് തണുപ്പ് മാറാൻ വേണ്ടി വെക്കാനായിരുന്നു. പിന്നെ ആ സ്റ്റാൻഡിൽ തുണികളൊക്കെ കിടക്കണ നോക്കണ്ട കേട്ടോ. അത് ഞാൻ ഒന്ന് ഫ്രീ ആയിട്ട് വേണം അങ്ങോട്ടും ഇനി കടക്കാൻ. അപ്പോൾ അതങ്ങനെ ഇരിക്കുകയാണേ. നീരവനെ കാണാനില്ലല്ലോ. ഡാ ചാർജ് ചെയ്യാൻ വെക്കാം. ആ സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്തോ. ചേമ്പും താളം മുറിക്കാൻ പോവാ. ഇതിപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ മുറിക്കാൻ പോകുമ്പോൾ എനിക്ക് പേടിയുണ്ട് കേട്ടോ. ചെറുതായിട്ട് അവിടെ ഒരു കാട് പോലെ ഇത് പുല്ല് വളർന്നിട്ടുണ്ട്. ഇനി കാല് വെച്ചിട്ട് വല്ല പാമ്പ് വരുമെന്നാണ് പേടി. പക്ഷെ അങ്ങനെ മുറിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മുന്നിൽ കൂടെ കുറേ പട്ടികൾ ഇങ്ങനെ ഏതൊക്കെയോ പുതിയ നായ്ക്കൾ വന്നിട്ടുണ്ട് കേട്ടോ. പാണ്ടും ചൂട്ട് എന്തൊക്കെയോ ആയിട്ട് കുറേ എണ്ണം വന്നിട്ടുണ്ട്. ഇനി എൻ്റെ മേക്കടിക്ക് കേട് വെച്ചിട്ട് ഞാനിങ്ങനെ നോക്കുകയായിരുന്നു. ഞാൻ എങ്ങാണ്ട് ഇങ്ങനെ എന്തെന്ന് നോക്കിക്ക് ഭയങ്കര പേടിയാണ്. കത്തി ഉണ്ടെന്നുള്ളൊരു എന്താ പറയുക ധൈര്യത്തിലാണ് ഞാൻ അവിടെ നിൽക്കണത്. എന്നിട്ട് പിന്നെ അവരവരുടെ പാടിന് പോയി. എനിക്കിങ്ങനെ വീഡിയോസിലൊക്കെ ഇങ്ങനെ കാണണ്ടല്ലോ പട്ടികൾ മെക്കെട്ട് കയറണം. അതൊക്കെ കാണുമ്പോൾ പേടിയായിട്ടാണ് കേട്ടോ. ഇനി ഇതാ ചേമ്പുന്താളിലേക്ക് ഇത്തിരി പുളി പിഴിഞ്ഞ് ഒഴിച്ചില്ലെങ്കിൽ ഇനി വായൊക്കെ ചൂർഞ്ഞാലോ വിചാരിച്ചിട്ടേ അങ്ങനെ ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. ഒന്ന് കുതിരാൻ വേണ്ടി വെള്ളത്തിൽ ഒഴിച്ച് വെക്കുകയാണ്. ഞാനിപ്പോൾ വീഡിയോൻ്റെ കാര്യം ഇത്തിരി പറയാണ്ടായിരുന്നു. അതായത് ഞാൻ എൻ്റെ ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കണത്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്കൊരു 1K എങ്കിലും എൻ്റെ ഒരു ലെങ്ത്തുള്ള വീഡിയോ ആക്കണം എന്നൊരാഗ്രഹം ഉണ്ട്. അതാണ് ഞാൻ പിന്നെ ഒന്നരാടം വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും കാണാൻ ഇഷ്ടമാവണുണ്ടോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. തുടങ്ങുമ്പോഴേക്കും വലിയ വലിയ പ്രതീക്ഷകളൊന്നും വേണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാനത് തട്ടിമുട്ടി പോവാണ്. അപ്പം ചിലവരിങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ തള്ള വൈബാണ്. സത്യമാണ്, തള്ളവരായല്ലോ, അതായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ തോന്നണതെന്ന് വിചാരിച്ചു. ഇതൊന്നുമില്ല, വിഷമമൊന്നുമില്ല. പക്ഷേ ഞാൻ ഈ ഇപ്പോൾ പുറത്തേക്ക് പോകാൻ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റിന് വേണ്ടി പുറത്തേക്ക് പോകാൻ അങ്ങനെ ഒരു അവസ്ഥയിലൊന്നല്ല. നമ്മൾ വീട്ടിലിരിക്കണവർക്ക് പിന്നെ ഒരു നേരം പോക്കുമായി. എനിക്ക് നേരം പോക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇതൊക്കെ തുടങ്ങിയിരിക്കണ്. ഇതാണ് ഗായ്സ്. 2 ദിവസം മുന്നേ ഞാൻ മുള്ളങ്കി മേടിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് ഉപ്പേരി വയ്ക്കാനാണെന്നേ. അപ്പോൾ അത് നീരവനോട് പറഞ്ഞപ്പോൾ നീരവ് എന്താ ചോദിച്ച് നിൽക്കുക. അപ്പോൾ ഞാൻ നിൻ്റെ പഠിക്കുന്ന ബുക്കിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവ ബുക്ക് എടുത്തു കൊണ്ട് വന്നതാണ് കേട്ടോ. ഇതാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ കുട്ടിക്ക് സമാധാനമായി, അത് ബുക്കിൽ കണ്ടുപിടിച്ചല്ലോ. എന്നെ കൊണ്ട് പറ്റണ പോലെ ഞാൻ ശ്രമിക്കുന്നുണ്ട് വീഡിയോസ് ഇടാനും. പറ്റെങ്കിൽ മോണിറ്റൈസേഷൻ ഓണായി കഴിഞ്ഞാൽ എല്ലാവരുടെയും പോലെ എനിക്ക് ഒരു വരുമാനമായില്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നുള്ളൂ. അപ്പോൾ എന്താ പറയുക, തള്ളവൈബായിട്ട് തോന്നണവരുണ്ടെങ്കിൽ നമുക്ക് വേറെ ഇതൊന്നുമില്ല പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്കൊന്നും ഇപ്പോൾ കടയിൽ പോവുക എന്തെങ്കിലും മേടിക്കുക അതിനുള്ള എന്തെങ്കിലും ഇപ്പോൾ പ്രത്യേകിച്ച് പരിഹാര മാർഗ്ഗങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ വീട്ടിലെ വീഡിയോസ് അടുക്കളയിലെ പണികൾ ഇങ്ങനെ വീഡിയോസ് ഇട്ട് എത്രയോ പേര് രക്ഷപ്പെട്ടു പോകണു. അപ്പോൾ ഞാനും അത്രയൊക്കെ തന്നെ വിചാരിച്ചിട്ടുള്ളൂ. വലിയ ആഗ്രഹമൊന്നുമില്ല. എങ്കിലും പറയില്ലേ കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരുവോളം കിട്ടുമെന്നൊക്കെ, അത്രയും ഞാനും വിചാരിച്ചിട്ടുള്ളൂ. 1 രൂപയെങ്കിൽ 1 രൂപ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വലിയ ചിലവുള്ള പരിപാടിയൊന്നുമല്ല. ഇപ്പോൾ ഈ സമയം വേണം, ആ ഒരു ഇതന്നെ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ അല്ലാതെ എനിക്കൊരു 10 രൂപ പോലും മുടക്കിയിട്ട് ഇങ്ങനെ വീഡിയോസിന് വേണ്ടി ചിലവാവണില്ല. അപ്പം ഞാൻ ആ ഒരു ഇതിലാണ് വീഡിയോസ് എടുത്ത് ഇടണത്. നമ്മുടെ വീട്ടിലെന്തെങ്കിലും കാര്യം സന്തോഷം അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ പ്രൈവസി വേണ്ടോടത്ത് അതും ഇടുന്നുണ്ട്. അല്ലാതെ നമ്മൾ പൈസ ചിലവാക്കിയിട്ടുള്ള യാതൊരു കാര്യം ഇപ്പം ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും നമ്മുടെ എന്തെങ്കിലും മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതും
അത്രേനേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഞാൻ വലിയ വലിയ ഗംഭീര ചിന്തകളിലേക്കൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ചിലർ പറയണ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമാവരുത്, എനിക്കും വിഷമാവരുത്, ആ ഒരു ഇതിൽ പോവല്ലേ നല്ലത്. അപ്പോൾ നമുക്ക് വിഷയത്തേക്ക് കിടക്കാം. അലതീച്ച് വന്നിട്ടുണ്ട്, അതിൻ്റെ വർത്തമാനങ്ങളാണ് കേട്ടോ അവിടെ നടക്കണത്. വരുന്നു കേട്ടോ. തേങ്ങ കൂടി ചിരക്കിട്ടേ ഇതിൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ പണി കഴിഞ്ഞടാ. അങ്ങനെ അതായത് നമ്മുടെ കുക്കറിൽ ചോറൊക്കെ വെന്തുട്ടോ. അപ്പം ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടേ പിന്നെ വാർത്ത് വയ്ക്കാനാണ് ഇത്തിരി ചൂട് കുറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വെച്ചേക്കണത്, കുറച്ച് പച്ചവെള്ളം കൂടി വെച്ചിട്ട്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ ഉപ്പേരിയിലേക്ക് വേണ്ടിയിട്ട് വെളുത്തുള്ളിയും പച്ചമുളകും തേങ്ങയും ജീരകവും ഇത് മൂന്നും ഇട്ടിട്ട് പിന്നെ ഇത്തിരി വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ മിക്സിയിൽ അടിക്കുക. അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ കണ്ടത്. അപ്പം ഞാൻ ഓൾറെഡി അതൊക്കെ അരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അങ്ങനെ വേവിക്കാൻ മൺചട്ടിയിലാണ് കേട്ടോ വെച്ചേക്കണേ. അപ്പോൾ അത് അവിടെ നിന്ന് വേവണ നേരം ഞാൻ അരപ്പിലേക്കുള്ളത് കേട്ടോ അത് റെഡിയാക്കാൻ വെച്ചിട്ടാണേ. പുളി എന്താണോ? പുളിക്കണ സാധനമാണ് പുളി. കറിയിലൊക്കെ ഒഴിക്കാനേ ചേമ്പുതാളല്ലേ കറി. അപ്പൊ അതില് പുളി ഒഴിച്ചിട്ടില്ലെങ്കിൽ വായൊക്കെ ചൊറിയും, വായ ചൊറിയും ചൊറിയും. ഇടയിൽ സനേഷ് ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ ഈ തരപ്പൊക്കെ എല്ലാം ഒഴിച്ചു. ചേട്ടനായിട്ട് ഫോണിൽ സംസാരിക്കുന്നതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം വെറുതെ തേങ്ങ അരച്ചിട്ട് ഞാൻ വെന്തതിലേക്ക് ഒഴിച്ചു. കടുകും ഇത്തിരി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കടുകും പിന്നെ ഉണക്കമുളക് ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് അതിൽ കാച്ചി ഒഴിച്ചു. അത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഇതാ നമ്മുടെ മുള്ളങ്കി വെന്ത് തുടങ്ങി. അപ്പം ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇത് വെക്കണത്. അതിൻ്റെ ഒരു ഇതുണ്ട് എന്താ ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരു പപ്പക്കായയുടെയൊക്കെ ഒരു മണം പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അത് കാച്ചാൻ വേണ്ടി കടുക് ഉഴുന്നും പിന്നെ ഇതാ വേപ്പില പിന്നെ ഇതാ തേങ്ങ ചതച്ചിട്ടുണ്ടാകും. തേങ്ങയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് പച്ചമുളകും വെളുത്തുള്ളിയും ജീരകം ഇത്തിരി നുള്ളു മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് ഇടുന്ന സമയം കൊണ്ട് ഇതാ ഇവിടെ ഓരോന്ന് ഒപ്പിച്ചു. അവൻ കുറച്ച് ടോയ്സ് ഇങ്ങനെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒതുക്കാൻ മടിയായിട്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞിങ്ങനെ വിളിപ്പിച്ചേക്കാണേ. നോക്കട്ടെ വിരലുണ്ടല്ലോ. കസാരയുമ്പോൾ വീണ് കസാരയുടെ ഇടയിൽ വിരൽ പോയി എന്നൊക്കെ പറഞ്ഞ് കരയാട്ടോ. അപ്പം ഞാൻ അതാണ് അവനെ കളിയാക്കിക്കൊണ്ടിരിക്കണത്. എൻ്റെ കയ്യിൽ തേങ്ങയൊക്കെ അരച്ചതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഇതാ അവൻ്റെ വണ്ടികളും സാധനങ്ങളൊക്കെ ഒതുക്കി വയ്ക്കാൻ വേണ്ടി കിണുങ്ങലൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മടിയനായിട്ടാണ് വരണം. അപ്പോൾ ഞാൻ എന്തായാലും വാശി പിടിപ്പിക്കേണ്ട വെച്ചിട്ട് അങ്ങനെ ഒതുക്കി വെച്ച് ഓടി വന്നിട്ട് ഈ സ്റ്റവ് ഓഫ് ചെയ്ത് പോയിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വറുത്ത് വെച്ചതൊക്കെ ചട്ടി പിടിച്ചപ്പോൾ നല്ല കൈ പൊള്ളി. അപ്പോൾ ഞാനത് വെച്ചിട്ട് പിന്നെ അതെല്ലാം കൂടെ ഇങ്ങോട്ട് ഇട്ടു കേട്ടോ. അങ്ങനെ നമ്മുടെ കറി ഫിനിഷ്. പിന്നെ പപ്പടവും സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് കണ്ടുപിടിച്ച് അത് എന്തെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാൻ വെച്ചിട്ടായിരുന്നേ. അപ്പോൾ നീരവിന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടൻ്റെ അമ്മായി പറഞ്ഞു തന്നതാട്ടോ ഇതൊക്കെ. ജ്യോതി അമ്മായി എന്ന് പറയും. അമ്മായി ഇങ്ങനെ പിള്ളേർക്ക് ഓരോന്നൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് എനിക്കിങ്ങനെ ഓരോ റെസിപ്പികൾ ഇങ്ങനെ പറഞ്ഞു തന്നു കേട്ടോ. സോയാബീൻ ഫ്രൈ ചെയ്യണതും പിന്നെ അത് അപ്പോൾ ഉരുളക്കിഴങ്ങ് വറക്കണതും എല്ലാം ഓരോ വട്ടം ഇങ്ങനെ പോകുമ്പോൾ ഞാൻ അമ്മായിയോട് ചോദിച്ച് പഠിക്കും. അമ്മയുടെ ഇങ്ങനെ കുറേ തട്ടിക്കൂട്ട് പരിപാടികളുണ്ട്. അവിടെ 3 പിള്ളേരാണേ, അവരെ 3 കൂടി എത്തിക്കണ്ടേ വെച്ചിട്ടായിരിക്കും അമ്മയുടെ കുറേ ഇങ്ങനെ ഐഡിയകളുണ്ട് കേട്ടോ. ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ് പിന്നെ വേണമെങ്കിൽ മുളക് പൊടി ആവും. അവന് പിന്നെ ചിക്കൻ മസാലയിൽ എരിവ് മതിയാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ മുളക് പൊടി ഇടാൻ പോയില്ല കേട്ടോ.
ഞാനിതാ നമ്മുടെ പൊട്ടാറ്റോനെ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചേക്കാണ് കേട്ടോ. സംഭവം അടിപൊളിയാട്ടേക്ക് ഭയങ്കര ഇഷ്ടമായേ. അപ്പോൾ അത് ആവണ നേരം കൊണ്ട് ഞാൻ കുറച്ച് പാത്രങ്ങൾ ഇരിക്കണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് കഴുകി വയ്ക്കാമെന്ന് ഓർത്തു. ആയേ കോക്കോമില്ലണ ആയേ നോക്കട്ടെ. അയ്യടാ പോവാ. ഐ അവിടെ പോയിട്ട് കാർട്ടൂൺ കണ്ടിട്ട് ഇവിടെ വന്നിട്ട് ഓരോ വിശേഷങ്ങൾ പറയലാട്ടോ. അപ്പോൾ എനിക്ക് ക്ലിയർ ആവണില്ല. അപ്പോൾ ഞാൻ പണിയുള്ള ഇടയിൽ അതൊന്ന് സ്റ്റെക്കാക്കി വെച്ചിട്ട് അവൻ്റെ വർത്താനം കേൾക്കും. വീണ്ടും പണികളിലേക്ക് കടന്നു. അങ്ങനെ പാത്രം കഴുകൽ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പൊട്ടാറ്റോ റെഡി ആയിട്ട്. അപ്പോൾ 2 മറ്റേ ഇതുണ്ടല്ലോ കൊണ്ടാട്ടമുളക്, അതും കൂടെ ഒന്ന് വറുത്തെടുത്തിട്ട് മാൽ തേച്ച് അവിടെ കിടക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ആൾക്കും കൂടി ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നേ. അപ്പോൾ അത് കൊടുത്തിട്ട് ഞാൻ പിന്നെ ഞങ്ങൾ കഴിക്കാൻ വന്നിരുന്നു കേട്ടോ. ഇത് കാണിക്കുന്ന ചോറിനാൻ വിളിക്കുമ്പോ നീരോ ഗുഡ് ബോയാന്ന് പറഞ്ഞിട്ട് കഴിച്ചോട്ടാ. കൈ കഴുകി വന്നിരുന്ന് ചോറ് കഴിക്കാൻ പറഞ്ഞപ്പോൾ അവൻ്റെ മുഖമൊക്കെ പോയിട്ടോ. പൊട്ടാറ്റോ ഫ്രൈ ആണോ ആദ്യം എടുക്കണം? ഒരു കടി അടിക്ക്. ചാത്തുണ്ടോ? പിന്നെ ഒരു മാമു ഈ മഞ്ഞ കളർ കറിയൊക്കെ എടുത്ത് കഴിച്ചേ. എല്ലാം കഴിക്കണം കേട്ടോ. കുടിച്ചോ കുടിച്ചോ. ഇറങ്ങി പോയോ? നമുക്ക് ഇത്തിരി നേരം ഹോംവർക്ക് ചെയ്യാം. ചുറ്റ് പൂയെ മറ്റേ പാട്ടോ ആടാട് ആടാട് ആ പാട്ടോ പാടും. ഒരു പാട്ടേ കിട്ടുള്ളൂ. കഴുകാണ്ട് കേട്ടോ. ചളിമുള്ളിലാണ് അപ്പൊ പഠിപ്പ്. പറഞ്ഞേ പറഞ്ഞേ. ഞാൻ പറയൂ മുതലാളി വന്ന് പുല്ല് പറിക്കണ്ട ചേച്ചി. ദേ പുല്ല് പറിക്കണ വരുന്ന്. ഭയങ്കര പുല്ല് പറിക്കല രജനീച്ചി. പഠിക്കാൻ പോവാ. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോ പഠിക്കാൻ പോവാ. അത് പിടിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് പോകുമ്പോ പറയാം. ഹലോ ഗൈസ്, പഠിക്കാൻ പോവാ. പന്നോ
കല്ലാടി 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 പിടിക്കില്ലേ ഇരുന്നോ പുസ്തകങ്ങൾ എടുക്കണം. അവനെ പഠിപ്പിക്കാതിരുന്നിട്ട് ഞാൻ വേഗം മടക്കാൻ കുറച്ച് തുണികളുണ്ട്, കുറച്ചധികം ഉണ്ട് കേട്ടോ. ഇത് ഒതുക്കിയിട്ട് വേണം എനിക്ക് അതിന് അടുത്ത ട്രിപ്പുള്ളത് എടുത്തിടാൻ. അപ്പം ഞാൻ വേഗം അത് കൈയോടെ മടക്കണ കൂട്ടത്തിൽ അവനെ പഠിപ്പിൽ ശ്രദ്ധിക്കുകയും ചെയ്യും. അവന് എക്സാം ഉണ്ട് തോന്നണു, എന്തൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ടീച്ചർ മെസ്സേജ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് ഇങ്ങനെ റിവൈസ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് ഓരോരോ ലെറ്റർ ഇങ്ങനെ എഴുതുമ്പോൾ എന്നോട് വന്ന് നോക്കൂ പറഞ്ഞിട്ട് പണിയെടുക്കണതിൻ്റെ ഇടയിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും എന്നെ അങ്ങോട്ട് ഓടിപ്പിക്കും കേട്ടോ. അങ്ങനെ അവൻ്റെ ഒരുവിധം പഠിത്തം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എയും ബിയും മാത്രമാണ് തോന്നുന്നു, ക്യാപിറ്റലും സ്മോൾ ലെറ്ററും കൂടെ. അപ്പോൾ അത് രണ്ടും ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ടെസ്റ്റ് വരുന്നുണ്ട്, എന്നാന്ന് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഓൾക്കും ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഈ പണികളൊന്നും ഒതുക്കി. ഇനിയിപ്പോൾ യൂണിഫോം സോപ്പ് പൊടിയിൽ ഇട്ടിട്ടുണ്ട്, അത് കഴുകണം, ബാഗും കൂടെ കഴുകാണ്ട് കേട്ടോ. അപ്പോൾ ദാ ഇത് ഒതുക്കി എഴുതിക്കോ. ബി ബി എഴുതി. ഇത്തിരി നേരം കെടുക്കട്ടെ, ഒരു 5 മിനിറ്റ് കിടക്കട്ടെ ചോദിക്കുമ്പോഴേക്കും അവൻ കിടുങ്ങൽ തുടങ്ങിട്ടോ. പിന്നെ അവിടെ നിന്ന് എണീക്കേണ്ടി വന്നു. എന്നാൽ പിന്നെ അടിച്ചു വാരി തുടയ്ക്കാമെന്ന് കൂടെ വിചാരിച്ചിട്ട് ഇതാ അടങ്ങിയിട്ടുണ്ട്, ചൂലും പിടിച്ചിട്ട്. ഇനി ഇതാ അതിൻ്റെ ഇടയിൽ ഇവൻ അതിൻ്റെ മുകളിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറഞ്ഞ് ഇതാ ഈ ബ്ലാങ്കറ്റ് സംഭവങ്ങളൊക്കെ അങ്ങോട്ട് മറച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വൃത്തിയാക്കണതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ താഴെ വീഴുന്നുണ്ട് കേട്ടോ. അവൻ്റെ കളിപ്പാട്ടോ എന്തൊക്കെയോ വീഴുന്നുണ്ട്. അങ്ങനെ അത് ഒതുക്കൽ എന്ന് പറഞ്ഞാൽ അല്ല, ഇത് ഒന്ന് വിരിക്കൽ എന്ന് പറഞ്ഞാൽ ഇത്തിരി മെനക്കേടുള്ള പണിയാണ്. കാരണം നല്ല വെയിറ്റാണ്, പിടിച്ചാൽ കിട്ടില്ല. അങ്ങനെയായിട്ട് ഞാൻ അത് ഒതുക്കണതിൻ്റെ ഇടയിലാണ് കേട്ടോ വീണ സംഭവങ്ങൾ എടുക്കാൻ വെച്ചിട്ട് നോക്കിയപ്പോൾ എന്തൊക്കെയോ പൊടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ അവിടെ ഒന്ന് അടിച്ചെടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കാറുണ്ട്. അവൻ എപ്പോഴും പുറത്തിറങ്ങണം, കാർ ഓടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനൊരു സൈഡിലിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ ഇരുത്താൻ വെച്ചിട്ടാണ്. കാരണം ഒന്ന് ചുമക്കൊന്ന് കുറഞ്ഞു വരുന്നുള്ളൂ. ഒരു 5 മണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. തുടക്കലും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തുണി കഴുകാനും കൂടെ ഉള്ളൂ എന്നുള്ള ആ ഒരു സമാധാനത്തിലാണ് ഞാനിപ്പോൾ പണികൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നീരവ് അങ്ങോട്ടും ഇങ്ങോട്ടും കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് തുടക്കണതിൻ്റെ ഇടയിൽ. അപ്പം ഞാൻ ചെയ്തൊക്കെ പറഞ്ഞ് അവിടെ ഇരുത്തിച്ചു, അല്ലെങ്കിൽ അവിടെ മുഴുവൻ കുഞ്ഞിക്കാലിൻ്റെ പാടുകളായാലോ വിചാരിച്ചിട്ടേ. അങ്ങനെ ഞാൻ ഈ പണി കഴിഞ്ഞു കേട്ടോ. വലിയ പണിയൊന്നും ഇല്ല, എന്നാലും പണിയാണോ ചോദിച്ചാൽ പണിയാണ് താനും. എന്നിട്ട് കയ്യിലിട്ട് നോക്കിയപ്പോ നോക്കിയിട്ട് ആ വെള്ളത്തില് എന്റെ കൈ വെച്ചിട്ട് ഇറങ്ങിപ്പോയി. ഈരവന്റെ കയ്യിലെന്താ? കുട്ടി. ആരുടെ കുട്ടിയെ? തലമണ്ണ കുട്ടിയോ? എന്താ പേര് കുട്ടിയുടെ? അയ്യോ, എന്താ പേര് കുട്ടിയുടെ? പേരില്ല. പിന്നെ അതാ തുണി കഴുകാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ ഇങ്ങോട്ട് ഓടും കേട്ടോ. കാരണം അവന് ഭയങ്കര ഇഷ്ടമാണ് പൈപ്പിൽ കളിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പരമാവധി ഇങ്ങോട്ട് അടുപ്പിക്കാറില്ല. പിന്നെ നിവൃത്തിയില്ലല്ലോ വെച്ചിട്ട് അവിടെ പിടിച്ച് നിർത്തി. എന്താ ചെയ്യുക, വീടിന് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണെങ്കിൽ പിന്നെ വഴുക്കലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ പോയി വീഴുകയും ചെയ്യും. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞ് പിടിച്ച് നിർത്തി. അപ്പോൾ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് പൈപ്പിൻ്റെ ചോട്ടിൽ നിന്നിട്ട്. നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല കേട്ടോ. ഒരു 5 മണി 5:30 ആകുമ്പോൾ നീച്ചുവിനോടൊപ്പം കുറച്ച് നേരം വർത്താനം പറയും, എല്ലാവരും കൂടെ ഇരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ പോരും, അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. ലൈക്ക് ചെയ്തോളോ. ടാറ്റാ. ടാറ്റാ.